ഹലോ ഗായ്സ്, നമ്മുടെ കരിക്കകം ക്ഷേത്രത്തിൽ 4ാം ഉത്സവ ദിവസമായി ഇന്ന് വിളക്ക് കെട്ട് ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേർച്ചയായിട്ടാണ് ആൾക്കാർ വിളക്ക് കെട്ട് തലചുമടായിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വിളക്ക് കെട്ട് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വെൺപാലവട്ടം ദേവീക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു. ഏകദേശം 1 കിലോമീറ്ററോളം തലചുമടായി കൊണ്ടുവന്ന് മേളത്തിൻ്റെ അകമ്പടിയോടെ നൃത്തം ചെയ്താണ് ക്ഷേത്രത്തിലേക്ക് വിളക്ക് കെട്ട് ഘോഷയാത്ര കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു നേർച്ച വിളക്ക് കെട്ടിന് ഒരു കഥ പറയാനുണ്ട്. പണ്ട് ഈ കരിക്കകത്തെ ചില കുട്ടികൾ അവർക്ക് ഒരു ആശയുണ്ടായിരുന്നു. ആശയല്ല, നേർച്ചയുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന വിളക്ക് കെട്ടുകൾ നോക്കിയിട്ടായിരുന്നു അവരുടെ നേർച്ച. എന്നെങ്കിലും നമുക്കും ഒരു വിളക്ക് കെട്ട് ചെയ്യണം. ആ നേർച്ച വിളക്ക് കെട്ട് കരിക്കകത്തമ്മയ്ക്ക് സമർപ്പിക്കണം. അതിനുള്ള വഴി അമ്മ തന്നെ കാണിച്ചു തരണം എന്നുള്ളൊരു നേർച്ചയുണ്ടായിരുന്നു. ആ നേർച്ച നേർന്ന കുട്ടികൾ രാപ്പകലില്ലാതെ കരിക്കകത്തമ്മയ്ക്ക് വേണ്ടി ഉറക്കമുളച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇന്ന് അവരുടെ നേർച്ചയുടെ ആ ഒരു സഫലീകരണത്തിൻ്റെ ദിവസമാണ്. അവർക്ക് വേണ്ട ആ വിളക്ക് കെട്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അമ്മ നൽകി എന്ന് 100% ഉറപ്പിച്ചു പറയാം. ആ വിളക്ക് കെട്ട് ഘോഷയാത്രയാണ് ഈ കടന്നു വരുന്നത്. അങ്ങനെ വിളക്ക് കെട്ട് ഘോഷയാത്ര തലചുമടായി കളിച്ച് മേളത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് അമ്മയ്ക്ക് പുറപ്പെടാനുള്ള തങ്കരഥം തയ്യാറായിട്ടുണ്ടായിരുന്നു പുറത്തെഴുന്നള്ളത്തിനായിട്ട്. അപ്പോൾ വിളക്ക് കെട്ട് ക്ഷേത്ര നടപ്പന്തലിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ആചാരപരമായിട്ട് ക്ഷേത്രത്തിനകത്ത് നിന്നും ശാന്തി വന്ന് പൂജയുണ്ട്. പൂജയും അതുപോലെ തന്നെ ദീപാരാധനയും കൊടുക്കും. ഈ വിളക്ക് കെട്ടിൻ്റെ 4 സൈഡിലുമായിട്ട് ഒരു കൊതുമ്പിൻ്റെ പന്തം കത്തിക്കും. ഈ പന്തം കത്തിച്ചതിന് ശേഷമാണ് വിളക്ക് കെട്ട് തലചുമടായിട്ട് വെച്ച് മേളത്തിൻ്റെ അകമ്പടിയോടെ നൃത്തം ചെയ്യുന്നത്. അങ്ങനെ മേളത്തിൻ്റെ അകമ്പടിയോടെ നൃത്തം ചെയ്യുമ്പോഴാണ് ഈ വിളക്ക് കെട്ട് ഘോഷയാത്രയുടെ ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്നത്. അതുമാത്രമല്ല, വിളക്ക് കെട്ട് ഘോഷയാത്രയോടൊപ്പം അമ്മയുടെ മറ്റ് ചില യുവജന ഭക്തർ ഇവിടെ കതിരുകാള നേർച്ചയും നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ പുറകിലൂടെ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ കാണുന്നതാണ് കതിരുകാള കേട്ടോ. കതിരുകാള എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.